ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോഴാണ് വിചാരിച്ചത് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോയ്ക്കുള്ള വീഡിയോ സെറ്റായി. എന്തായാലും വീഡിയോയ്ക്ക് എൻ്റെ ഇങ്ങനെയുള്ള അതായത് എന്താ പറയുന്നത് ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊന്നും വ്യൂസ് കൂടുതൽ കിട്ടുന്ന വീഡിയോസ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സ് അങ്ങനെ സ്ഥിരം ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. ഷോർട്ട് വീഡിയോ ആണ് ഞാൻ മിക്ക ദിവസവും ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും വലിയൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യേണ്ടി വന്നത്. അതായത് 1 മണിക്കൂറിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും. എഡിറ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോ പിന്നെ അത് കട്ട് ചെയ്ത് ഒക്കെയാണ് ഇത്രയും ചെറിയൊരു വീഡിയോ ആക്കിയത് കേട്ടോ. 10-15 മിനിറ്റോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആക്കിയത്. എന്തായാലും ഈ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ലക്കുണ്ടെങ്കിൽ വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചീരക്കുട്ടന്മാർക്കെല്ലാം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചീരക്കുട്ടന്മാർ മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു പാവം കറിവേപ്പും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ആ ബക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അതിനും എല്ലാത്തിനും രാവിലെ പതിവ് പോലെ തന്നെ വന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. വെള്ളം ഒഴിച്ചിട്ട് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതിപ്പോൾ ചെടികളൊന്നും മാത്രമല്ല, വീടിനകത്തെ സാധനങ്ങളാണേലും കുറച്ച് ദിവസം ഇരിക്കുന്നത് അതായത് കുറച്ച് ദിവസം കഴിയുമ്പം സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി വേറെ രീതിയിലൊക്കെ വെക്കാനായിട്ട് എനിക്ക് തോന്നും. അത് തന്നെ ഇന്നും ഇവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. ചീരകളൊക്കെ ഇങ്ങോട്ട് കുറച്ചും കൂടി നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ തമ്പനയിലെ അതിഥികളെന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ് കേട്ടോ. രണ്ടുപേരും ഇപ്പോൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായിട്ടുണ്ട്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പം ഞാൻ അവർക്ക് 2 മീൻ കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് കറി വെച്ചതിൽ നിന്ന്. പക്ഷേ എന്നിട്ടും അവർക്ക് രണ്ടുപേർക്കും വിശപ്പടങ്ങത്തില്ലല്ലോ 2 കഷ്ണം മീൻ കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ചോറില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം അങ്ങ് ചോറ് ഇൻഡക്ഷൻ കുക്കറിലോട്ട് അങ്ങ് വെക്കാം, അവിടെ ഇരുന്നങ്ങ് വേവട്ടെ, അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് ശേഷം ചോറ് വയ്ക്കാനായിട്ട് അരി ഇട്ടതിന് ശേഷം ഞാൻ ചപ്പാത്തിയൊക്കെ എടുക്കാനായിട്ട് പോവാം കേട്ടോ. രാവിലെ ഇന്ന് മാവൊന്നും ഇരിപ്പില്ല. അതായത് ദോശയ്ക്കോ ഇഡലിക്കോ അപ്പത്തിനോ ഒന്നും മാവില്ല സ്ഥിരം. നമ്മുടെ വീട്ടിൽ അതായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ള മാവ് വീട്ടിൽ നിന്ന് ചേട്ടയുടെ അമ്മ തന്നു വിട്ടതാണ് കേട്ടോ. അമ്മ ഗോതമ്പ് ഉണക്കി പൊടിപ്പിച്ചതാണ്. അപ്പോൾ നല്ല ചപ്പാത്തിയാണ്, നീ കൊണ്ടുപോയി ഉണ്ടാക്കി നോക്കാനായിട്ട് പറഞ്ഞു. അമ്മ എന്നിട്ട് പ്രത്യേകം പറഞ്ഞു ചൂടുവെള്ളത്തിലേ കുഴയ്ക്കാവൂ, നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുമെന്ന്. അപ്പം ഞാൻ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് മാവ് കുഴച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചോറ് അപ്പുറത്ത് കിടന്ന് വേവുന്നുണ്ട്. ചോറ് വെന്തിട്ട് വേണം നമ്മുടെ കുറുമ്പന്മാർക്ക് ചോറ് കൊടുക്കാൻ. 2 കുറുമ്പന്മാരാണ് കേട്ടോ, കുട്ടികളാണ്. ഒരു ഓറഞ്ച് കളറിലെ പൂച്ച ഇവിടെ വരാറുണ്ട്, പക്ഷേ അവൻ ഇന്ന് വന്നില്ല. ഇവർ രണ്ടുപേരും ഇന്ന് വന്നത്. മീനുണ്ടെന്നുള്ള ഉറപ്പിലാണെന്ന് തോന്നുന്നു. തന്നെയല്ല, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് അവർക്ക് മീനും മീൻതലയും ഒക്കെ കൊടുത്തായിരുന്നു 2 ദിവസം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവിടം വിട്ട് പോകുന്നില്ല കേട്ടോ. അവർക്കറിയാം ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും വിശപ്പിന് എന്ന് മനസ്സിലായി. 2 പേരും ഒന്നിനൊന്ന് മെച്ചം കുറുമ്പുകാരന്മാരാണ് കേട്ടോ. കുറുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ്. നമ്മുടെ ഷെയ്ഡിൻ്റെ മുകളിൽ കയറുക, പാത്രങ്ങളിരിക്കുന്നത് എന്തുവാന്ന് നോക്കുക, കറികൾ മീൻ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കുക, താഴെ നിന്നുകൊണ്ട് മണം പിടിച്ച് നോക്കുക, പിന്നെ നമ്മുടെ കാലിൻ്റെ അവിടെ വന്നിട്ട് കുരുത്തക്കേട് കാണിക്കുക. ഇതാ കാണിക്കുന്നില്ലേ, എൻ്റെ ചവിട്ടുമെത്ത കാണിക്കുന്നുണ്ടോ? അതേപോലെയൊക്കെ ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ 2 പേർക്കും. പിന്നെ നല്ല രസമാണ് അത് കാണാനായിട്ട്. ഞാൻ കുറേ നാളായി കേട്ടോ ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഈ കുറുമ്പൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ കുറേ നേരം നോക്കിക്കൊണ്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ചൂടെല്ലാം പോയപ്പോഴത്തേനും അത് പരത്തി എടുക്കുവാണേ. ചപ്പാത്തിയും രാവിലെ മീൻ കറിയാണ് കേട്ടോ. ഇന്നലത്തെ ചാളക്കറി, അതായത് മുള്ളുള്ള മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ട്. അന്നേരം അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കുറുമ്പന്മാരിൽ ഒരു കുറുമ്പനാണെങ്കിൽ ഭയങ്കര കുറുമ്പാണ്. അകത്ത് കയറി വന്ന് ഇപ്പം എന്നോട് ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ആളെ. എൻ്റെ കാലിലൊക്കെ വന്ന് മുട്ടി ഉരുമി നിൽക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. ഞാൻ എത്ര നേരെ വെച്ചിട്ടും എൻ്റെ സ്റ്റാൻഡ് പിന്നെയും അതിൽ വന്ന് മുട്ടി ഉരുമി ആ സ്റ്റാൻഡിനെ അങ്ങോട്ട് നീക്കി വയ്ക്കും.
പിന്നെയും ഞാൻ പോയി ശരിയാക്കി വയ്ക്കും. അവൻ വന്നിട്ട് പിന്നെയും തട്ടും, അങ്ങോട്ട് നീങ്ങിപ്പോവും. അവസാനം ഞാൻ വഴക്ക് പറയുന്നുണ്ട്. കുറുമ്പ് കൂടുകയാണെങ്കിൽ ഞാൻ നല്ല അടി വെച്ച് തരും എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ മനസ്സിലാവാൻ, അവർക്ക് വല്ലതും മനസ്സിലാവുമോ? അപ്പോൾ ഇന്ന് പറയാൻ മറന്നുപോയി, ഇന്ന് മെയ് ദിനമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും, ഈ വീഡിയോ വരുന്നത് മെയ് ദിനത്തിൻ്റെ പിറ്റേന്നാണെങ്കിലും എല്ലാവർക്കും ആശംസകൾ കേട്ടോ. മെയ് ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികൾ, അടുക്കളയിൽ പരിപാടികൾ കുറച്ചുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 6 മണിയുടെ ഷോയ്ക്ക്. അതായത് ഏത് പടമെന്ന് വെച്ചാൽ നമ്മുടെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പേട്രിയോട്ട്, ആ പടമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ പോയി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. മോഹൻലാലും മമ്മൂട്ടിയും കൂടെ കുറേ വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുകയല്ലേ. രണ്ടുപേരെ ഒന്ന് ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട്, ഒരുമിച്ച് കാണാനായിട്ടൊരു കൊതി. അങ്ങനെ സിനിമയ്ക്കൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ടാണ് നേരത്തെ ഞാൻ വിചാരിച്ചു പരിപാടി എല്ലാം അങ്ങോട്ട്, ജോലിയെല്ലാം ഒതുക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഭയങ്കര യുദ്ധമാണ് കേട്ടോ, കുറുമ്പിൻ്റെ അങ്ങേയറ്റം. നിന്നെ ഞാനിന്ന് ശരിയാക്കുമ്പോഴാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഗുസ്തി കൂടുന്നത് രണ്ടും കൂടെ. പക്ഷെ കണ്ടു നിൽക്കാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും നല്ല അടിപൊളിയാട്ടോ. അവരുടെ നോട്ടം കാണുമ്പോഴേ നമ്മളതിൽ മയങ്ങിപ്പോവും. കുട്ടി കുറുമ്പന്മാരാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിലുള്ളത്. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ആ ട്വിസ്റ്റ് ഞാൻ പിന്നെ പറയാം കേട്ടോ, എന്താണ് കാര്യമെന്ന്. ഞാനിവിടെ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ട്വിസ്റ്റ് ഞാൻ പറയാം, വഴിയേ പറയാം. അങ്ങനെ ഇവരുടെ കുറുമ്പൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഗുളിക കഴിച്ചില്ല എന്ന് ഓർത്തത്. നമ്മുടെ PCOD സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ അതിനുള്ള ഗുളിക കഴിക്കാനുണ്ട്. അപ്പോൾ അത് കഴിച്ചില്ല എന്ന് ഓർത്ത്, രാവിലെയും രാത്രിയിലും ഒക്കെ ആയിട്ട് കഴിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഗുളിക കഴിച്ചിട്ട് ഉച്ചക്കലത്തേനുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണം. ചോറ് ചേട്ടായിക്കുള്ള ചോറാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്ത് അവർക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് വെള്ള ചോറാണ് ഇഷ്ടം, ചമ്പാവരി ചോറ് അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. എന്നാലും കഴിക്കും കേട്ടോ, ഇടയ്ക്കൊക്കെ കഴിക്കും. എനിക്കാണെങ്കിൽ വെള്ളച്ചോറ് കഴിച്ചുകൂടല്ലോ. അതുകൊണ്ട് എനിക്ക് ചമ്പാവരി, ചുമന്നരിയുടെ ചോറ് വെക്കുന്നുണ്ട്. രണ്ടായിട്ട് വെക്കും കേട്ടോ. ചുമന്നരി എന്ന് പറയുമ്പം നല്ല വേവുള്ള അരി കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത്. ഭയങ്കര വേവാണ് അതിന്. എന്നാലും കുഴപ്പമില്ല, അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. വെള്ളച്ചോറാകുമ്പോൾ ഒന്ന് തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും. പക്ഷേ ചുമന്നരി അങ്ങനെയല്ല. എന്നാലും ഞാൻ വിചാരിച്ചു വെച്ച് കഴിക്കാം, രണ്ടായിട്ട് എടുക്കാം. അപ്പോൾ നാളെ 2 പേർക്കും ചോറ് കാണും. ചോറ് 2 പേർക്കും വെക്കണ്ട, രണ്ടായിട്ട് എടുക്കണ്ട, തിളപ്പിച്ചൂറ്റിയാൽ മാത്രം മതി. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ബാക്കി വന്ന കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി വെക്കുക കേട്ടോ. എന്നാലേ ഇനിയിപ്പം ലഞ്ചിന് റെഡിയാക്കുമ്പോൾ പാത്രങ്ങൾ ഇനിയും കൂടും. അപ്പോൾ അത് പിന്നെ കഴുകാം. ഇതാദ്യമേ ഞാൻ കഴുകി വെച്ചിട്ട് ലഞ്ചിനുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ചോറിൻ്റെ കൂടെ മോര് കറിയും, പിന്നെ ചക്കക്കുഞ്ഞുണ്ടല്ലോ, നമ്മുടെ എൻ്റെ അമ്മ വന്നപ്പോൾ ചക്കക്കുഞ്ഞ്, ഒരു 2 ചെറിയ ചക്കക്കുഞ്ഞ്, ചെറിയ പീസ് ചക്കക്കുഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ദിവസം അമ്മ വീട്ടിൽ ചക്കക്കുഞ്ഞ് തോരനാണ് വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കൊതി. അപ്പോഴേ അമ്മ പറഞ്ഞായിരുന്നു ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കൊണ്ടു തന്നു. അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായത് എനിക്കുള്ള ചമ്പാവരി അടുപ്പത്ത് വയ്ക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ചോറും ചക്കക്കുഞ്ഞ് തോരനും മോര് കറിയും, പിന്നെ കുറച്ച് ചാള വറക്കാനായിട്ട് പുരട്ടിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടേ, അതും കൂടി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പിടിച്ചിരിക്കാനായിട്ട് പറ്റൂ. അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്. ഞാനിത് ചേട്ടായിയുടെ വെള്ളച്ചോറ് റെഡി ആയപ്പോഴത്തേനും അവർക്ക്, പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ട് എടുത്തു. ഞാൻ ചോറ് കൊടുക്കാനായിട്ട് എടുത്തതും അവരവരുടെ പാട്ടിന് പോയി. അവർ വേറെ എവിടെയോ മീനിൻ്റെ മണം എന്തോ കിട്ടിയിട്ട് അങ്ങോട്ടങ്ങോടി പോയി. പിന്നീട് വന്നില്ലെന്ന്. പിന്നെ ഞാൻ ആ ചോറെടുത്ത് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു കേട്ടോ, ചൂട് പോയപ്പം. നാളെ വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഞ്ഞൾപ്പൊടി തീർന്നായിരുന്നേ. മഞ്ഞൾപ്പൊടിയൊക്കെ തട്ടിയിട്ടിട്ട് ഇനി മീൻ വറക്കണം.
ചക്കക്കുഞ്ഞ് തോരൻ വെക്കണം, നമ്മുടെ മോര് കറി വെക്കണം. ഇപ്പോൾ ദാ മോര് കറിയാട്ടോ വെക്കുന്നത്. അപ്പോൾ കാണുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഈ വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാട്ടോ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നത്, അതായത് യൂട്യൂബിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് കാണുമ്പോഴേ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. ലൈക്ക് കൊടുത്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ, സമയം കിട്ടും പോലെ. എല്ലാവരും ഇപ്പം വെറുതെ ഇരിക്കുകയെന്ന് അല്ല പറയുന്നത്, വെറുതെ ഇരിക്കുമായിരിക്കത്തില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ ജോലികളും കാര്യങ്ങളും ഒക്കെ കാണും. അതിനിടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോര് കറി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ വറുക്കാനായിട്ട് പോകട്ടോ. ആ ചീനിച്ചട്ടി കഴുകിയിട്ട് അതിലോട്ട് മീനങ്ങോട്ട് വറുത്ത് എടുക്കാനായിട്ട് പോവാം. അപ്പോൾ കാണുമ്പോഴേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്. ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കമൻസൊക്കെ അറിയിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്ത് പറയണ്ടേന്ന് അറിയത്തില്ല, പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഞാൻ തുടക്ക സമയത്തായാലും ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെയും എനിക്ക് കമൻസ് ഒന്നും കിട്ടിക്കൊണ്ടിരുന്നതല്ല കേട്ടോ. ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് അതിന് കമൻസോ ലൈക്കോ ഒന്നും ഒരുപാടൊന്നും കിട്ടത്തില്ലായിരുന്നു. 1-2 പേരൊക്കെ ലൈക്ക് ചെയ്യുമായിരുന്നു, കമൻറ്റ് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസ് ആക്കിയിട്ട് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എനിക്കങ്ങനെ ലൈക്കും കമൻറ്റും ഒന്നും കിട്ടാതിരുന്നതിൽ അന്ന് വിഷമമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പം കിട്ടുമ്പം ആ സപ്പോർട്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കമൻസിലൂടെ ആയാലും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചക്കക്കൂഞ്ഞ് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ആട് 3 സിനിമ ഇരുന്നങ്ങ് കാണാമെന്നേ. അപ്പോൾ ചേട്ടായിയോട് പറഞ്ഞപ്പോൾ ചേട്ടായി ആ സിനിമ ഇട്ടു. വേറെ സിനിമയൊന്നും ഇപ്പോൾ ഇറങ്ങിയത് ഇല്ല, ബാക്കിയെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ ചക്കക്കൂഞ്ഞ് അരിഞ്ഞ് ചക്കക്കൂഞ്ഞും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് അരിയാനുള്ള മടിയുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചക്കക്കുരു അമ്മ പറഞ്ഞു ചക്കക്കുരു ഇടാത്തത് കൊണ്ട് കുറച്ച് നേരം മതി, വെന്ത് കിട്ടും, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ചക്കക്കുരു ഉണ്ടെങ്കിലേ കുറേ അധികം സമയം എടുക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചേട്ടായി ഷേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് അമ്മ കുറേയധികം മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, പഴുത്ത മാങ്ങ. അപ്പോൾ അതും ചേട്ടായി വാങ്ങിച്ച കുറച്ച് പുളിയുള്ള മാങ്ങയും കൂടെ ഉണ്ടായിരുന്നേ, അതും കൂടി ഇട്ട് കട്ട പാലും കൂടെ ചേർത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഉച്ചയ്ക്ക് കുടിച്ചാൽ ഒരു ആശ്വാസമല്ലേ ഈ ചൂടത്ത്. അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്, ചേട്ടായിയുടെ എൻ്റെയും ചോറ് റെഡിയായി. പിന്നെ ഞാൻ ചക്കക്കുഞ്ഞ് തോരൻ വയ്ക്കാനായിട്ട് എണ്ണ ചൂടാക്കി കടുക് വറുത്തിട്ട് അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് ചേർത്തു. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ഒരു എന്താ പറയുക, പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം. ചക്കക്കുഞ്ഞ് പെരട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, മസാലപ്പെരട്ട്. അപ്പോൾ അതും കൂട്ടി ചപ്പാത്തി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്, വേറൊരു കറി ഇല്ലെങ്കിൽ ഞാനിത് കൂട്ടി കഴിക്കട്ടോ, എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ പറഞ്ഞില്ലേ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ സിനിമ കാണാനായിട്ട് പോവാം കേട്ടോ. ഇതൊക്കെ മതി എന്നുള്ള ഭാവമാണ്, കുറച്ച് ലൂസായിട്ടുള്ളതൊക്കെ ഇട്ടുകൊണ്ട് പോകാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം. വലിയ ഒരുക്കമൊന്നുമില്ല, ഏതെങ്കിലും ഒരു ലൂസ് പാൻറ്റും ഒരു ടീഷർട്ടും മുടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വാരിക്കെട്ടുക, അത്രയും മതി. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദോശയുടെ കൂടെ ഞാൻ വിചാരിച്ചു കുറച്ച് ചെറുപയർ പുഴുങ്ങിയതും ഒരു മുട്ടയും കൂടെ പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചേ.
അപ്പോൾ 2 ദോശ ഞാൻ കഴിക്കുന്നുള്ളൂ. ബാക്കി പയർ പുഴുങ്ങിയതും മുട്ടയും എടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടായിക്ക് പുഴുങ്ങിയ മുട്ടയൊന്നും അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ചേട്ടായിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ മുട്ട ഞാൻ പയറിൻ്റെ കൂടെ ഇട്ട് പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താവുമെന്ന് അറിയത്തില്ല, പൊട്ടിപ്പോകുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പൊട്ടിയൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ടി വിയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങട്ടെ. അതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നായിരുന്നു. അതിനൊക്കെ പോട്ടെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു.